മുഴുവൻ പ്രദേശങ്ങളിലും കേരള നദ്വത്തുൽ മുജാഹിദീൻ മണ്ഡലാടിസ്ഥാനത്തിൽ നടത്താനായി നിശ്ചയിച്ചിട്ടുള്ള നവോത്ഥാനം പ്രവാചക മാതൃക എന്ന മഹിതമായ സന്ദേശത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരൂർ മണ്ഡലം സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനത്തിലാണ് രാവിലെ മുതൽ ഇത്രയും നേരം നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. തിരക്കുള്ള ജീവിതത്തിനിടയിൽ ആഴ്ചയിലൊരിക്കൽ ലഭിക്കുന്ന ഒരവധി ദിവസത്തിൻ്റെ പകൽ മുഴുവൻ ഈ ദുനിയാവിൻ്റെ യാതൊന്നും മോഹിക്കാതെ ആഗ്രഹിക്കാതെ നാളെ പാരത്രിക ലോകത്ത് പടച്ച റബ്ബ് നൽകാനിരിക്കുന്ന പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഒത്തുകൂടിയവരാണ് നമ്മൾ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാവട്ടെ. പൗരോഹിത്യത്തിൻ്റെ നവോത്ഥാന വഴിയിലെ തടസ്സങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അപരിചിതമായ തീരെ പരിചയമില്ലാത്ത അവസ്ഥയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. വസയഊദു കമാ ബദഅ, ആരംഭിച്ചതുപോലെ തന്നെ അത് മടങ്ങിച്ചെല്ലുമെന്ന് മടങ്ങിപ്പോകുമെന്ന് ആ ഒരു അപരിചിതാവസ്ഥ ഉണ്ടാകുമെന്ന് മഹാനായ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി. കാലം പിന്നോട്ട് പോകുമ്പോൾ പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ച അതേപോലെ തന്നെ സഹാബത്ത് കൈമാറിയ താബിഉകൾ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി സ്വീകരിച്ച ആ സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കുള്ള കളങ്കമില്ലാത്ത മായമില്ലാത്ത കൂട്ടിച്ചേർക്കലുകളില്ലാത്ത തനതായ ആദർശം ചുരുങ്ങി വരും. ആ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരും ചുരുങ്ങി വരുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 മുമ്പ് നൽകിയ വാഗ്ദാനമാണ്. അവിടെ ന്യൂനപക്ഷക്കാരായി എണ്ണത്തിൽ പരിമിതരായി തനതായ ഇസ്ലാമിൻ്റെ ആദർശം മുറുകെ പിടിക്കുന്നത് കൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരുന്നവരായി, ഒറ്റപ്പെടുത്തപ്പെടുന്നവരായി, പിൽകാറ്റഘട്ടങ്ങളിൽ മാറി വരുന്നവരെ കുറിച്ച്, അപരിചിതരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഫതൂബാ ലിൽ ഗുറബാ, ആ കാലഘട്ടത്തിലെ ഗുറബാക്കൾക്ക്, അപരിചിതർക്ക് മംഗളമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമൂഹത്തിൽ നടന്നിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ അനന്തര ഫലങ്ങൾ മാത്രം കണ്ടുശീലിച്ചവരാണ് പുതിയ തലമുറ. എന്നാൽ ഇന്നലകളിൽ ആ നവോത്ഥാനത്തിന് ഇന്ന് കാണുന്ന സൗകര്യങ്ങൾ വന്നു ചേർന്നതിൻ്റെ പുറകിൽ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നുവെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അത് നമ്മളുടെ ചരിത്രം മാത്രമല്ല, നമ്മളുടെ മുൻഗാമികൾ ഇന്ന് കാണുന്ന സൗകര്യങ്ങളായി മലയാളി മക്കൾക്കിടയിൽ നാട്ടിലോ വിദേശത്തോ എന്തിന് ലക്ഷദ്വീപിൽ ഉൾപ്പെടെ ലോകത്തെവിടെയൊക്കെ മലയാളി മക്കൾ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെയും ഈ തൗഹീദിന്റെ സന്ദേശങ്ങളുമായി സംഗമിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് ഈ മഹാപ്രസ്ഥാനത്തിനുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ചാൽ ഹൈവേയുടെ ഓരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന അമ്പരചുംബികളായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടെയുള്ള മസ്ജിദുകൾ, 1500-ലധികം മസ്ജിദുകൾ ഇന്ന് ഈ മഹാപ്രസ്ഥാനത്തിൻ്റെതായിട്ടുണ്ട്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഉൾപ്പെടെ അള്ളാഹുവിൻ്റെ ദീനു പഠിക്കാൻ മതഭൗതിക വിദ്യാഭ്യാസങ്ങൾക്ക് വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയ വിദ്യാഭ്യാസ ക്യാമ്പസുകളുണ്ട്, കലാലയങ്ങളുണ്ട്. പക്ഷേ ഇന്നലകളിൽ ഈ തൗഹീദിന്റെ വഴിയിലേക്ക്, ഈ സുന്നത്തിന്റെ വഴിയിലേക്ക് നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവർക്ക് റബ്ബ് നൽകി ഹിദായത്തിന്റെ പ്രകാശങ്ങളുമായി കടന്നു വന്നപ്പോൾ അവരനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ ഒരു വേള ഇന്നത്തെ തലമുറയോട് കൈമാറിയാൽ പോലും അവർ വിശ്വസിക്കുമോ എന്ന് പോലും അത്ഭുതകരമാണ്. അങ്ങനെ മഹല്ല് സംവിധാനങ്ങൾക്കെതിരിൽ, നാട്ടിലെ ആചാരങ്ങൾക്കെതിരിൽ മഹല്ല് സംവിധാനിച്ച് അത് ഭരിച്ച് അത് അടക്കി വാഞ്ഞ അന്നത്തെ പൗരോഹിത്യങ്ങൾക്കെതിരെ
ഏതൊക്കെയോ നാട്ടിൽ നിന്ന് ഒരു വേള വിദേശത്തേക്ക് തന്റെ കുടുംബത്തെ കരകയറ്റാനായി ഒരു വിസയുമായി കടൽ കടന്ന മനുഷ്യന് അവിടെ വെച്ച് ലഭിച്ച ആ തൗഹീദിന്റെ പ്രകാശത്തിൽ നിന്നാണ് ഒരു നാട്ടിലേക്ക് നവോത്ഥാനത്തിന്റെ കിരണങ്ങളുമായി കടന്നു വന്നിട്ടുള്ളത്. സമീപ പ്രദേശക്കാരനാണ് വെട്ടം അബ്ദുള്ള ഹാജി. ഈ സംസാരിക്കുന്ന മണ്ണിന്, ഈ നിൽക്കുന്ന മണ്ണിന് ആ മനുഷ്യന്റെ പാദസ്പർശമേറ്റ ചരിത്രങ്ങളുണ്ട്. മർഹൂം സെയ്ദ് മൗലവി, അതേപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ പരിഷ്കർത്താക്കളായി നാടും വീടും സമൂഹവും ആദരിച്ച എത്രയോ മനുഷ്യരാണ്. അവർ മനസ്സിലാക്കിയ സത്യത്തിന് ലോകത്തിന്നലകളിൽ ഓരോ സമൂഹങ്ങളിലും കടന്നു വന്ന പ്രവാചകന്മാർ, നമുക്കറിയാം, ലോകത്ത് നവോത്ഥാനത്തിന്റെ വഴികളുമായി മാർഗങ്ങളുമായി കടന്നു വന്നവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. ഓരോ സമൂഹത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല അവരിലേക്കുള്ള ദൂതന്മാരായി അല്ല തെരഞ്ഞെടുത്തയച്ച ആ മനുഷ്യന്മാരാണ് നവോത്ഥാനത്തിന്റെ വാഹകരായി ഓരോ സമൂഹത്തിലേക്കും കടന്നു വന്നിട്ടുള്ളത്. അവരതത് സമൂഹത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ സമൂഹത്തിലെ വിശ്വാസ, ആചാര, അനുഷ്ഠാന, സ്വഭാവ മേഖലകളിലെ ജീർണതകളിൽ നിന്ന്, ആ സമൂഹത്തിന് വന്നു ചേർന്നിട്ടുള്ള അപജയങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിലേക്ക്, സ്വർഗത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു ആ പ്രവാചകന്മാർ ചെയ്ത ദൗത്യം. ഈ നവോത്ഥാന വഴിയിൽ ഈ ദൗത്യമാണ് ഓരോ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിൽ നിർവഹിച്ചത്. നമുക്കറിയാം, പ്രവാചക പരമ്പരയുടെ അവസാനത്തെ കണ്ണിയായ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോ മക്കക്കാരായ അറേബ്യൻ ജനതയുടെ വിശ്വാസത്തിന്റെ അവസ്ഥ എന്താണ്? ആചാരങ്ങളുടെ അവസ്ഥ എന്താണ്? അനുഷ്ഠാനങ്ങളുടെ അവസ്ഥ എന്താണ്? അവരുടെ സ്വഭാവത്തെ, അവരുടെ സംസ്കാരത്തെ അടക്കി ഭരിച്ച ജീർണതകൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമ്മൾ പലപ്പോഴായി ജാഹിലിയത്തിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്. ഇത് ഏത് പ്രവാചകന്മാർ അതത് സമൂഹത്തിലേക്ക് കടന്നു ചെന്നാലും ഇതുപോലെയാണ്. അള്ളാഹുവിന് പുറമെയുള്ള വ്യക്തികളെ, ശക്തികളെ, അത് ജീവിച്ചിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, വ്യത്യസ്തങ്ങളായ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ആ ആഗ്രഹങ്ങൾ നിറവേറാൻ അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകളിപ്പിക്കുകയും ചെയ്ത ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസത്തിന്റെ ആളുകളായിരുന്നു മഹാഭൂരിപക്ഷം ആളുകളും. ഒരു ജനതയിലേക്ക് അള്ളാഹു ഒരു പ്രവാചകനെ പോലും നിയോഗിക്കുന്നത് അവർ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുമ്പോഴാണെന്ന് ഉലമാ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. എന്തിന്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ തന്റെ വാപ്പയടക്കമുള്ള നാട്ടിലെ ആരാധന്മാരെ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിച്ചവരായ ഇറാഖിലെ ബാബിലോണിയയിലെ ഉർ എന്ന പട്ടണത്തിൽ ജനിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ പിൽക്കാലത്ത് ആ ഇബ്രാഹിം നബിയുടെ വിഗ്രഹമുണ്ടാക്കി ആ ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി. ആ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിലിനെ, ഇസ്ഹാക്കിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജനതയുണ്ടായി. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ആളുകളാരും മോശക്കാരായിരുന്നില്ല എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. വദ്ദിനെ കുറിച്ച്, യഹൂസിനെ കുറിച്ച്, യഊഖിനെ കുറിച്ച്, ഉസ്സയെ കുറിച്ചൊക്കെ, സുവാഇനെ കുറിച്ചൊക്കെ, ലാത്തയും ഉസ്സയും മനാത്തയും ഹുബ്ലിനെ പോലെയുള്ള അള്ളാഹുവിന് പുറമെ പിൽക്കാലഘട്ടങ്ങളിൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ആളുകളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ മുഫസ്സിർ രേഖപ്പെടുത്തിയതുപോലെ ഹും സാലിഹൂന മിൻ ഖൗം, അതത് ജനതയിലെ ഏറ്റവും നല്ലവരായ മനുഷ്യരായിരുന്നു അവരെന്ന് കാണാൻ കഴിയും. ഹജ്ജിന് അള്ളാഹുവിന്റെ അതിഥികളായി കഅബാലയത്തിലേക്ക് വരുന്ന മനുഷ്യർ സമ്പത്തും ശരീരവും എല്ലാം ത്യജിച്ചുകൊണ്ട് ഹജ്ജിന് വരുന്ന ഹാജിമാരായ ആളുകൾക്ക് ഖിദ്മത്ത് ചെയ്ത ആളായിരുന്നു ലാത്ത എന്നാണ്. അവരാരും മോശക്കാരായിരുന്നില്ല. അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിനു പകരം അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ ആരാധിച്ചിരുന്ന ഒരു വിശ്വാസമാണ്, ബഹുദൈവ വിശ്വാസമാണ് ഓരോ സമൂഹത്തിലും ഏറ്റവും പ്രധാനമായി കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ നോക്ക്, അവരിലേക്കെല്ലാം കടന്നു വന്ന പ്രവാചകന്മാർ അതത് ജനതയോട് അവരിൽ നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, കള്ളുകുടി പോലെ, വ്യഭിചാരം പോലെ, ചൂതാട്ടം പോലെ, യുദ്ധങ്ങൾ പോലെ, യുദ്ധക്കൊതി പോലെ,
ഒരുപാട് സ്വഭാവ സംസ്കാര ജീർണതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ പ്രവാചകന്മാർ ആ ജനങ്ങളെ ആദ്യമായി പ്രധാനമായി ആ പ്രവാചകന്മാർ ആ സമൂഹത്തെ മാറ്റിക്കൊണ്ടുവന്നത് അള്ളാഹുവിലേക്കുള്ള വിളിയാണ്, അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. അള്ളാഹു അല്ലാത്തവരിൽ നിന്ന്, ലാത്തയിൽ നിന്ന്, ഉസ്സയിൽ നിന്ന്, മനാത്തയിൽ നിന്ന്, ഇബ്രാഹിം നബിയിൽ നിന്ന് അള്ളാഹുലേക്ക് തിരിച്ചു വിളിക്കാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂര്യനെ കാണിച്ച് ആ ജനതയോട് സംവദിച്ചത്, ചന്ദ്രനെ കാണിച്ച് ആ ജനതയോട് സംവദിച്ചത്, അവരാഗ്രഹിക്കുന്ന വിഗ്രഹങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇബ്രാഹിം നബി സംവദിച്ചത് ഖുർആനിന്റെ ചരിത്രമാണ്. ഒരു നാട്ടിലെ മുഴുവൻ സമൂഹങ്ങളും ആരാധിക്കുന്ന ആരാധനാലയങ്ങളിലെ ആ ആരാധ്യന്മാരെ ഒരു ചോദ്യചിഹ്നമാക്കി അവരുടെ ആഘോഷവേളയിൽ നടന്നൊരു സംഭവത്തെ കുറിച്ച് ചെറുപ്പത്തിൽ മുതൽ നമ്മൾ പഠിച്ചു വരുന്നവരാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിലേക്ക്, റബ്ബിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഒരു മനുഷ്യന്റെ മനസ്സിൽ മാറ്റമുണ്ടാകുമ്പോഴാണ്, മാറ്റിയെടുക്കുമ്പോഴാണ് ആ സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നത്, മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിച്ചു. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനായി ലോകത്ത് ആദ്യമായി പണിയപ്പെട്ട കഅബാലയം ഖുർആൻ പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ലോകർക്കുള്ള വഴികാട്ടിയായി, മാർഗദർശനമായി, അതേപോലെ തന്നെ ലോകത്തിന് അനുഗ്രഹമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ആദ്യമായി പണിയപ്പെട്ട ബക്കയിലെ കഅബാലയം, ആ കഅബാലയം എന്ന് പറഞ്ഞ ആ കഅബാലയത്തിന്റെ അകത്ത് 300 ചില്ലാനം വിഗ്രഹങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുമ്പോൾ മക്കയുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അതേപോലെ കള്ളിലും പെണ്ണിലും മദ്രാശിയിലും പലിശയിലും ചൂതാട്ടത്തിലും യുദ്ധത്തിലും അവരുടെ സ്വഭാവവും സംസ്കാരവും ഇങ്ങനെ ആണ്ടുപോയ ജനത പലപ്പോഴായി കേട്ടതാ. ഒരു നന്മയുമില്ലാത്ത, ഒരറിവുമില്ലാത്ത, ഒരു വിജ്ഞാനവുമില്ലാത്ത, ഒരു സംസ്കാരവുമില്ലാത്ത, എടുത്തു പറയപ്പെടുന്ന ഒരു സ്വഭാവ മഹിമ പോലും ഇല്ലാത്ത ഒരു ജനതയായി. അതുകൊണ്ട് അവരെ ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ്, ഇരുണ്ട കാലമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. അതിന്റെ അറബി പേരാണ് ജാഹിലിയത്ത് എന്നത്. അതിന്റെ പേരാ ജാഹിലിയത്ത് എന്നത്. മഹാനായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യഅരിഫുൽ ഇസ്ലാം മൻ ലാ യഅരിഫുൽ ജാഹിലിയ. ഇസ്ലാം ഒരാൾക്ക് അറിയൂല, മനസ്സിലാകൂല, അവന് ജാഹിലിയത്ത് അറിഞ്ഞിട്ടില്ലെങ്കിൽ. ജാഹിലിയത്ത് അറിയാത്തവന് ഇസ്ലാം അറിയാൻ കഴിയൂല. കാരണം ജാഹിലിയത്തിന്റെ അവസ്ഥയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരാൾക്കാണ് ശരിക്കും ഇസ്ലാമിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കുക. ഉമർ ഖത്താബ് അത് അനുഭവിച്ച ആളാണ്. ഉമർ ഖത്താബ് ജാഹിലിയത്തിൽ ജീവിച്ച ആളാണ്. ജാഹിലിയത്തിന്റെ സകല തോന്നിവാസങ്ങളും പേറിയ മനുഷ്യനാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് മാറിയ ചരിത്രം പറയുമ്പോൾ ഉമർ ഏറ്റവും അധികം അണക്കി ഭരിച്ച ഉഖാൽ എന്ന ചന്തയിലെ മത്സ്യം വിൽക്കുന്ന പെണ്ണുങ്ങൾ അവർ പറഞ്ഞുതാണ്, ഉമർ മുഹമ്മദിന്റെ തലയെടുത്ത് അറേബ്യയിലെ ഖുറൈശി പ്രമാണിമാർ ഓഫർ ചെയ്ത 100 ഒട്ടകം ഇനാമുമായി അത് ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് ഖത്താബിന്റെ മകൻ ഉമർ തന്റെ അരയിൽ നിന്ന് വാളൂരി കുതിരപ്പുറത്ത് പുറപ്പെട്ടു പോയത്. പിന്നെ കേൾക്കുന്നത് ആ ഉമർ മുഹമ്മദിന്റെ വഴിയിലായി എന്ന വാർത്തയാണ്. കാട്ടുതീ പോലെ മക്കയിലെ ഓരോ അങ്ങാടികളിലൂടെയും മനുഷ്യരുടെ നാവുകളിലൂടെ കാതുകളിലേക്ക് കാട്ടുതീ പോലെ പകർന്നപ്പോ ഉമറിന്റെ അധികാര കേന്ദ്രമായ, തല്ലുകൂട്ടത്തിന്റെ കേന്ദ്രമായ ഉഖാലിലെ മത്സ്യം വിൽക്കുന്ന പെണ്ണുങ്ങൾ പറഞ്ഞ വാക്ക്, ഒരു വേള ഖത്താബിന്റെ കഴുത നിങ്ങൾ പറയുന്ന പോലെ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ വരാം. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കാൻ സാധ്യതയില്ല എന്നാണ്. കാരണം ഒരു നിയമത്തിനും ഒരു നിയമകൂടത്തിനും തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം തന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനും കൊല്ലാൻ പേടിയില്ലാത്ത, ചോര ചിന്താൻ മടിയില്ലാത്ത മാറ്റാൻ കഴിയില്ല.
നിങ്ങൾ പറയുന്ന ദീൻ എന്ന് പറയുന്നത് ഈ ലോകത്ത് വിളിച്ചു തേടപ്പെടുന്ന മുഴുവൻ വിഗ്രഹങ്ങളെയും മുഴുവൻ ദൈവേതര ശക്തികളെയും മാറ്റി നിർത്തി അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആദർശമാണ്. പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളെന്ന വസ്തു ആസ്വദിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ആ കള്ള് വിളമ്പുന്ന തീന്മേശയിൽ വെച്ച് ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ലെന്ന് പറയുന്ന സിദ്ധാന്തമാണ്. അത് ഉമറിന് കഴിയില്ല. അതേപോലെ പലിശ സാമ്പ്രദായികമായ ജീവിതത്തിന്റെ മുഖമുദ്രയായി സ്വീകരിച്ച സാമ്പത്തിക അടിസ്ഥാനമായ ഒരു ജനതക്ക് പലിശയില്ലാതെ തന്റെ സമ്പത്തിൽ ഒരംശം പോലും പലിശകളില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? 5 നേരം മിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലസ്വലാത്ത് എന്ന് വിളിച്ചു പറയപ്പെട്ടാൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സംശുദ്ധനായി ശരീരം വൃത്തിയാക്കി, വസ്ത്രം വൃത്തിയാക്കി, മനസ്സ് വൃത്തിയാക്കി ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ മാത്രം പരിവപ്പെടുന്നവനായി ഉമർ മാറുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഉമർ മാറൂല. ഉമറിന് മാറാൻ സാധ്യമല്ലെന്ന് പറഞ്ഞവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാം സ്വീകരിച്ചത്. ചരിത്രം വായിക്കുമ്പോൾ കാന ഇസ്ലാമുഹു ഇസ്സൻ, അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം വിശ്വാസികൾക്ക് അഭിമാനമായിരുന്നുവെന്നാണ് പലരും രഹസ്യമാക്കി വെച്ച. ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഅബാലയത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് സ്വപ്ന പദ്ധതിയായി ചിന്തിച്ച സ്വഹാബത്തുണ്ട്. അതിന് പേരിൽ അടിച്ചവരശരായി ബോധം കെട്ട് നിലത്ത് വീണവരുണ്ട്. പലരും പരസ്യപ്പെടുത്തിയിട്ടില്ല. രഹസ്യമായിട്ട് ജീവിക്കുക, മനസ്സിൽ കേട്ടു, പഠിച്ചു, ഉൾക്കൊണ്ടു, അതനുസരിച്ചുകൊണ്ട് രഹസ്യമായി ജീവിക്കുന്നു. വാപ്പറിഞ്ഞിട്ടില്ല, ഉമ്മറിഞ്ഞിട്ടില്ല, ഭാര്യ അറിഞ്ഞിട്ടില്ല. എന്തിന്? ഉടമയായ യജമാനന്മാര് പോലും അറിയാതെ രഹസ്യമായി ജീവിക്കുന്ന അടിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഉമറുൽ ഖത്താബ് ഇസ്ലാം സ്വീകരിച്ചപ്പോ സ്വഹാബത്തിന്, വിശ്വാസികൾക്ക് അഭിമാനമായി എന്നാണ് പലരും പരസ്യമായി പ്രഖ്യാപിക്കാൻ തുടങ്ങി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നവോത്ഥാനത്തിന്റെ വഴിയിൽ റസൂലുള്ള മാറ്റിയെടുത്തു. ഓരോരുത്തരെയായി മാറ്റിയെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിരുന്നു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് അല്ലാഹുവേ നിന്റെ ദീനിന് നീ ശക്തി പകരണേ എന്ന് റസൂലുള്ള വ്യക്തിപരമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദാറുൽ അർഖമിലിരുന്ന് അല്ലാഹുവിന്റെ റസൂല് വ്യക്തികളായി ഓരോരുത്തരെയായി വിളിച്ച് പ്രത്യേകമായി രഹസ്യമായി സംസാരിച്ചു. ദാറുൽ അർഖം, അർഖം എന്ന മനുഷ്യന്റെ വീട്, ആ വീട്ടിന്റെ റൂമിൽ ഇരുന്നിട്ടാണ് ഇസ്ലാമിന്റെ പ്രഥമമായ പ്രബോധനം നടന്നത്. ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ കേരള സംസ്ഥാനത്തിനകത്ത് ഗൾഫ് ഇസ്ലാഹി സെന്ററുകളിൽ, അതേപോലെ തന്നെ ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ ലോകത്തിന്റെ മുഴുവൻ ദിക്കുകളിലും സംഘങ്ങളായി, സംഘടനകളായി, പോഷകടങ്ങളായി, മഹല്ലുകൾ വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, ജില്ലാ കമ്മിറ്റി ഉണ്ട്, മണ്ഡലം കമ്മിറ്റി ഉണ്ട്, ശാഖയുണ്ട്, പള്ളിയുണ്ട്, മദ്രസയുണ്ട്, വരുമാന മാർഗങ്ങളുണ്ട്. അല്ലേ? ധൈര്യസമേതം നിയമത്തിന്റെ പരിരക്ഷ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ദീൻ പരസ്യമായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. മുസ്ലിം സമൂഹത്തിലെ പ്രബല ശക്തിയായി ഒട്ടും മോശമല്ലാത്ത സ്ഥാനങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം വന്നു. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഈ നവോത്ഥാനത്തിലേക്ക് നമ്മൾ വന്നത്, അതിലേക്ക് നമ്മൾ മാറിയത്, ഇന്നലകളിൽ മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികളായ പലരും, ഞാൻ പറഞ്ഞതുപോലെ എവിടുന്നെങ്കിലുമൊക്കെ എന്തിന് മുജാഹിദിന്റെ പ്രഭാഷണ വേദിയിൽ അത് കലക്കാനായി നാട്ടിലെ പൗരോഹിത്യം പറഞ്ഞുവിട്ട തെരുവ് ഗുണ്ടകളായ, ഞാൻ ബോധപൂർവ്വം പറഞ്ഞത്, തെരുവ് ഗുണ്ടകളായി തകർക്കാൻ, കൊളാക്കാൻ, നശിപ്പിക്കാനായി പോയ ആളുകൾ നേർക്ക് നേരെ പറഞ്ഞ അനുഭവമുണ്ട്. കൊച്ചിയിൽ സൽസബിൽ ഖുത്ബ പറയുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞതാ, മൗലവി ഞാൻ മാറുന്നത്, ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. മഹല്ല് കമ്മിറ്റി നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട കുറച്ച് ആൾക്കാരാണ്, തോന്നിയാസൊക്കെ നടക്കണ ഞങ്ങൾ ചെറുപ്പക്കാരായ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, അവിടെ പോയിട്ട് നിങ്ങൾ കലക്കണം. ദീനിനെതിരാണ് അവർ പറയണത്, റസൂലിനെതിരാണ് അവർ പറയണത്, നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച മദ്ഹബിനെതിരാണ് അവർ പറയണത്. അവർ ലാലും മുദില്ലുകളുമാണ്,
എന്ന് പറഞ്ഞ് അവിടെ പോയി പ്രശ്നമുണ്ടാക്കണമെന്ന് നേതൃത്വം കൊടുത്തവർ പോയി. അദ്ദേഹം പറയാണ്, ആ പ്രഭാഷണത്തിന് തോർത്തുമുണ്ടിൽ കരിങ്കല്ലുകൾ കൂട്ടി എറിയാനുള്ളത് ശേഖരിച്ച് അത് കയ്യിൽ പിടിച്ചിട്ട് പോയതാ. കുറച്ചൊന്ന് പ്രഭാഷണം ഒന്ന് ഉഷാറാകട്ടെ, ജനങ്ങൾ ശ്രദ്ധയ്ക്കൊന്ന് അതിലേക്ക് തിരിയട്ടെ, അപ്പൊ തുടങ്ങാന്നാ വിചാരിച്ചത്. ആ സമയത്താണ് ആ പ്രഭാഷണ വേദിയിൽ നിന്ന് ഉച്ചഭാഷണിയിലൂടെ ആ മൗലവി വിളിച്ചു പറയാൻ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ കഷ്ണം മാത്രമാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ അടിമക്ക് മതിയായവനായി അല്ലാഹു പോരേ. ആ പ്രഭാഷണത്തിൽ നിന്ന് കേട്ടതാണ്. ആ മനുഷ്യൻ പറയുകയാണ്, ആ മൗലവി ആയത്ത് മാത്രമല്ല, എത്രാമത്തെ സൂറത്താണ്, ആ സൂറത്തിന്റെ പേരെന്താണ്, അതിൽ എത്രാമത്തെ ആയത്താണെന്ന് വരെ വിളിച്ചു പറഞ്ഞപ്പോ ഞാനത് മനസ്സിൽ കോറി വെച്ചു എന്നാണ്. എന്നിട്ട് അവിടുന്ന് പിന്നെയും കേൾക്കുകയാണ്, വമൻ അലല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ വിളിച്ചു തേടുന്നവനേക്കാൾ വഴിപിടച്ചു പോയവൻ ആരുണ്ട്? എന്നെ പറഞ്ഞു വിട്ടത് ലാലുകളാണ്, മുളില്ലുകളാണ്, പഴച്ചവരാണ്, പഴപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഖുർആനിന്റെ ആയത്ത് ഓതുകയാണ് മൗലവി, വമൻ അലല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴി പിഴച്ചു പോയവൻ ആരുണ്ട് എന്ന് ആ സ്റ്റേജിൽ നിന്ന് പറഞ്ഞപ്പോ, ആ സൂറത്തിന്റെ നമ്പർ പറഞ്ഞപ്പോ, ആ ആയത്തിന്റെ നമ്പർ പറഞ്ഞപ്പോ ഞാൻ എഴുതിയെടുത്തു എന്നാണ്. എന്നിട്ട് ഞാൻ പോയി ചോദിച്ചു ഉസ്താദിനോട്, അല്ല ഉസ്താദെ, ഇങ്ങനെ ഒരായത്തുണ്ടോ? അല്ലാഹുവിന്റെ അടിമക്ക് അല്ല മതിയായവനല്ലേ, അല്ല പോന്നവനല്ലേ, അല്ല മതിയായവനല്ലേ എന്ന് ഖുർആനിലുണ്ടോ? ഉസ്താദ് പറഞ്ഞു ഉണ്ട്. പിന്നെ ചോദിച്ചു, അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ അവനേക്കാൾ വഴിപെട്ടവൻ ആരുണ്ട്? പിന്നെ ചോദിച്ചു, ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരിച്ചവരെ നബിയെ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ലെന്ന് മുഹമ്മദ് നബിയോട് അല്ല പറഞ്ഞ വാക്ക് ഖുർആനിലുണ്ടോ? ഉസ്താദേ, മുഹമ്മദ് നബിയോട് നബിയെ മരിച്ചവരെ കേൾപ്പിക്കാൻ താങ്കൾക്ക് സാധ്യമല്ല എന്ന് ഖുർആനിലുണ്ടോ ഉസ്താദേ? ഉണ്ട്. പിന്നെ ചോദിച്ചു, നിങ്ങൾ മരിച്ചവരോട് തേടിയാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല, കേൾക്കുമെന്ന് സങ്കല്പിച്ചാലും ശരി ഒരിക്കലും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകില്ല എന്ന ആയത്ത് ഖുർആനിലുണ്ടോ? അല്ലാഹുവിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ അവർ നിങ്ങളെപ്പോലെയുള്ള പടപ്പുകളാണ്, അവർക്കൊരിക്കലും യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്ന് ഖുർആനിലുണ്ടോ? മാത്രമല്ല, ഒരു ഈത്തപ്പഴം അത് തൊലിച്ചാൽ കാണുന്ന കുരുവുണ്ടല്ലോ, ആ കുരുവ് വലിച്ചെറിയുമ്പോ അതിന്റെ മേലെ പറ്റിപ്പിടിച്ച നേർത്ത പാട, ആ പാട പോലും ഉടമപ്പെടുത്താൻ അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, സഹായം തേടുന്നവർ, നേർച്ച വഴിപാട് അർപ്പിക്കുന്നവർ അവർക്ക് കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആനിലുണ്ടോ? അതോ മൗലവി വെറുതെ പറഞ്ഞാണോ? ഉസ്താദ് ഇവനൊന്നും ഇങ്ങനെ നോക്കിയെന്നാണ്, അടിമുടി പോയ കോലത്തിലല്ല വന്നത്. പറ ഉസ്താദ്, പറ, ഇങ്ങനെ ഇന്ന ന്യായത്തൊക്കെ ഉണ്ടോ? അപ്പൊ ഉസ്താദ് പറഞ്ഞു ഉണ്ട്, പക്ഷെ അത് അങ്ങനെയല്ല, അതിങ്ങനെയാണ്. എന്നാലേ ആ ഹദ്ദാദിന്റെ ലിസ്റ്റ് നിന്റെ പേരങ്ങോട്ട് വെട്ടിക്കോളി. വിശുദ്ധ ഖുർആൻ ഓതുന്നതിന് പകരം ലോകത്ത് നവോത്ഥാനങ്ങൾ നടന്നത്, നവോത്ഥാനത്തിന്റെ വാഹകരായി അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകന്മാര് ആ സമൂഹത്തെ മാറ്റിയെടുത്തത് ഖുർആൻ പറഞ്ഞില്ലേ? ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? നേരത്തെ ഞാൻ പറഞ്ഞ ഉമർ അൽ ഖത്താബിനെ പോലെ, ഫുളൈൽ ഇബ്നു ഇയാദിനെ പോലെ, അബൂ സുഫിയാനെ പോലെ, വഹ്ശിയെ പോലെ, ഹിന്ദിനെ പോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ. അവരെ മാറ്റിയെടുത്ത റസൂൽ എങ്ങനെയാ? ഹുല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സൂറത്തു ജുമുഅയിൽ അല്ലാഹു പറയാൻ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, നിരക്ഷരരായ, അക്ഷരാഭ്യാസമില്ലാത്ത, പള്ളിക്കൂടത്തിന്റെ പടികൾ ചവിട്ടിയിട്ടില്ലാത്ത ആ ജാഹിലിയത്തെ മനുഷ്യരെ അവർക്കിടയിൽ നിന്ന്
നിരക്ഷരനായ ഒരു പ്രവാചകനെ അള്ളാഹുവിലേക്ക് പറഞ്ഞയച്ചു. ആ സമൂഹവും നിരക്ഷരനാണ്, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനും നിരക്ഷരനായിരുന്നു. ഒരു നാട് മൊത്തം നിരക്ഷരനാണെങ്കിൽ പിന്നെ അതിൽ പ്രവാചകൻ മാത്രം എങ്ങനെ അക്ഷരാഭ്യാസമുള്ള ആളാവുക? ആ നിരക്ഷരനായ പ്രവാചകന് അള്ളാഹു വഹ്യ് കൊടുത്തു, അള്ളാഹു ഹിക്മത്ത് നൽകി. ആ ഖുർആൻ കൊണ്ട്, ആ ഹിക്മത്ത് കൊണ്ട് ആ ജനങ്ങളെ ആ പ്രവാചകൻ മാറ്റിയെടുത്തു. ഖുർആൻ പറയാൻ എങ്ങനെയാ നവോത്ഥാനം ഉണ്ടായത്? യത്ലൂ അലൈഹിം ആയാതിഹി, ആ റബ്ബിന്റെ ആയാത്തുകൾ, ആ റബ്ബിന്റെ വചനങ്ങൾ ആ ജനതക്ക് ആ പ്രവാചകൻ ഓതിക്കൊടുക്കുകയാണ്. എന്നിട്ടോ വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയാണ്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വിശുദ്ധ ഖുർആനാകുന്ന അൽ കിതാബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രവാചകന്റെ സുന്നത്താകുന്ന ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു ആ ജനത ആ സമയത്ത്. ആ വ്യക്തമായ വഴികേടിൽ നിന്നാണ് ഖുർആൻ ഓതിക്കൊടുത്ത്, ഖുർആൻ പഠിപ്പിച്ച്, സുന്നത്ത് പഠിപ്പിച്ച് ആ ജനതയെ സംസ്കരിച്ചെടുത്തത് എന്നാണ്. നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചോളി, മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോളി. അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട്, ഖുർആനിൻ്റെ വചനങ്ങൾ കൊണ്ട്, പ്രവാചകന്റെ സുന്നത്തുകൾ കൊണ്ടല്ലാതെ ഒരു ജനതയെ ആത്യന്തികമായി മാറ്റാൻ മറ്റൊന്നിനും സാധ്യമല്ല. ഖുർആൻ കൊണ്ടല്ലാതെ, സുന്നത്ത് കൊണ്ടല്ലാതെ ഒരു ജനതയും മാറ്റാൻ കഴിയില്ല. അത് ലോകത്ത് അമ്പിയാക്കളിലൂടെ അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ജനതയുടെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. അത്ഭുതകരമായ മാറ്റം, ആരെയും അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ് അറേബ്യൻ ജനതയിൽ മഹാനായ പ്രവാചകൻ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയത്. അള്ളാഹ് അവരെ പറ്റി പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മ, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഖൈറു ഉമ്മത്ത്, ഏറ്റവും നല്ല ഉമ്മത്ത് നിങ്ങളാണ്. ലോകത്ത് ഒരുപാട് ഉമ്മത്തുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ 1000 ഉമ്മത്തുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹ് പറയാണ് ഖൈറു ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം, ഏറ്റവും നല്ല സമുദായം. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി റബ്ബ് പുറത്തു കൊണ്ടുവന്ന, അള്ളാഹു തെരഞ്ഞെടുത്ത, ലോകത്തിനു മാതൃകയായ ഏറ്റവും നല്ല ഉമ്മത്ത് നിങ്ങളാണ്. എന്താ നിങ്ങളുടെ പ്രത്യേകത? തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾക്കൊരു കാര്യം നന്മയാണെന്ന് ബോധ്യപ്പെട്ടാൽ, നന്മയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ നന്മ കൊണ്ട് കൽപ്പിക്കുകയും വതൻഹൗന അനിൽ മുൻകർ, തിന്മയാണോ ഒരാളെയും നോക്കാതെ ആ തിന്മക്കെതിരെ ശബ്ദിക്കുകയും ചെയ്യുന്നവർ, തിന്മയെ തടുക്കുന്നവർ. വതുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ അടിയുറച്ച് അചഞ്ചലമായി വിശ്വസിക്കുകയും ചെയ്തവരാണ് ആളുകൾ. അവരെ പറ്റി അള്ളാഹു പറഞ്ഞാൽ അള്ളാഹുള്ള ഈമാൻ ഉള്ള ആളുകൾ, നന്മ കൊണ്ട് കൽപ്പിക്കുന്നവർ, തിന്മ കൊണ്ട് വിരോധിക്കുന്നവർ, അവരാണ് ഈ ലോകത്തെ ഖൈറു ഉമ്മ എന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജാഹിലിയത്തിന്റെ അന്ധകാരത്തിൽ ജീവിച്ച മനുഷ്യർ ലോകത്തിനു മാതൃകയായി റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിയെടുത്തിട്ട് അള്ളാഹ് പറയാ, നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം, ലോകത്ത് കഴിഞ്ഞു പോയ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും നല്ലവർ നിങ്ങളാണെന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരെ മാറ്റിയെടുത്തത് ആ ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് മടക്കിയിട്ടാണ്. നമുക്കറിയാലോ, ലോകത്ത് അള്ളാഹുവിന് പുറമെ അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം അള്ളാഹു ആരാണ്, റബ്ബ് ആരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് മക്കക്കാരായ ആളോട് ചോദിക്കാൻ, മൻ ഖലഖസ് സമാ, ആകാശങ്ങളെ സൃഷ്ടിച്ചതാരാൻ, അൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കി തരുന്നവൻ ആരാൻ, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ ആരാ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. മറുപടിയാണ്. ആ സമയത്ത് റസൂൽ അവരോട് ചോദിക്കുക, പിന്നെ എങ്ങനെ മനുഷ്യരെ നിങ്ങൾ പഴിച്ചുപോയത് എങ്ങനെയാണ്? ഇങ്ങനെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ് ഖുർആന്റെ ആയത്തുകൾ.
അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ. അള്ളാഹിനെ പറ്റിയിട്ടാണ്, റബ്ബിനെ പറ്റിയിട്ടാണ്, രക്ഷിതാവിനെ കുറിച്ചാണ്, ഒരടിമക്ക് തൻ്റെ ഉടമയെ കുറിച്ചാണ് ഒരു മനുഷ്യൻ ആദ്യമായി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. തന്നെ സൃഷ്ടിച്ച, തന്നെ പരിപാലിച്ച, തന്നെ വളർത്തി വലുതാക്കിയ തൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ലോകത്തൊരാൾക്കും ഇടപെടാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് അല്ലേ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തശ്കുറൂൻ. നിങ്ങളുടെ മാതാവിന്റെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നവൻ അല്ലയാണ് അല്ലേ. ലക്ഷക്കണക്കിന് ലക്ഷണമൊത്ത കോടാനുകോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്ത ഒന്ന് തൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിലെ അണ്ടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാഞ്ഞെടുത്ത് അതിലൊരെണ്ണം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്ന് ആ ബീജവും അണ്ടവും ചേർന്നൊരു സിക്താണ്ഡമായി അവിടുന്ന് വളർന്ന് രക്തക്കട്ടയായി, മാംസക്കട്ടയായി, പിന്നെ എല്ലുകളായി, ആ എല്ലുകളെ മാംസം പൊതിഞ്ഞ് 9 മാസവും 10 ദിവസവും അതിസങ്കീർണമായ ഒരു മനുഷ്യനും ഇടപെടാൻ കഴിയാത്ത അന്ധകാരത്തിൽ വളർന്നു വലുതായി ആ ശരീരത്തിൽ നിന്ന് പുറത്ത് ലോകത്തേക്ക് കടന്നു വരുന്നത് വരെ അവിടുന്ന് അങ്ങോട്ടോ ലോകത്ത് പിറന്നു വീഴപ്പെടുന്ന ഒരാൾക്കും ഒന്നും അറിയില്ല. അല്ല പറയാൻ നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല. പിന്നീടാണ് നിങ്ങൾക്ക് കണ്ണും കാതും കേൾവിയും ചിന്തയും ഹൃദയവും ഒക്കെ നൽകപ്പെട്ടത്. ഖലീലം മാ തശ്കുറൂൻ. എന്നിട്ടും മനുഷ്യരെ നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല. വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇത് മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് ഇങ്ങനെ നമ്മെ സൃഷ്ടിച്ച് നമ്മെ വളർത്തി നമ്മളെ വലുതാക്കി ഇന്ന് കാണുന്ന മനുഷ്യനാക്കി നമ്മളെ മാറ്റിയത് എന്തിന്? ഈ ലോകത്തെ കാണുന്ന മുഴുവൻ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടി. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. പ്രവിശാലമായ പരന്നുകിടക്കുന്ന ഭൂമി, മേൽക്കൂര തൂണുകളില്ലാത്ത മേൽക്കൂരമാകുന്ന ആകാശം, അതേപോലെ തന്നെ ഓരോ ദിവസവും കിഴക്കിന്റെ ചക്രവാളത്തിൽ തെറ്റുകൂടാതെ സമയം വൈകാതെ മുടങ്ങിപ്പോകാതെ ഉദിച്ചുയരുന്ന സൂര്യൻ, പടിഞ്ഞാറിന്റെ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന സൂര്യൻ, രാത്രിയുടെ നിലാവിൽ ഉദിച്ചുയരുന്ന ചന്ദ്രൻ, ഇതിനെ മുഴുവൻ ആരാണ് സൃഷ്ടിച്ചു സംവിധാനിച്ചത്? ചോദിക്കാൻ ഖുർആൻ പറയാൻ, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാൻ, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ. സൂര്യൻ അത് നിശ്ചയിച്ചിട്ടുള്ള ഭ്രമണപഥത്തിലൂടെയാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം റബ്ബിന്റെ തീരുമാനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ടാണ് സംഭവിക്കുന്നത്. വൽ ഖമറ ഖദ്ദർനാഹു മനാസിൽ. ചന്ദ്രന് അതിന്റെ ഭ്രമണപഥങ്ങള്, അതിന്റെ സഞ്ചാരപഥങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. ഖുർആൻ പറയാൻ, ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം. എന്ന് പറയാൻ, ലശംസു യൻബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകി യസ്ബഊൻ. സൂര്യൻ ഒരിക്കലും ചന്ദ്രനെ മറികടക്കുന്നില്ല. ചന്ദ്രൻ ഒരിക്കലും ഭൂമിയെ ഓവർടേക്ക് ചെയ്യുന്നില്ല. രാവൊരിക്കലും പകലിനെയോ പകലൊരിക്കലും രാവിലെയോ ഭേദിച്ചു പോകുന്നില്ല. ഇത് മുഴുവൻ ചൂണ്ടിക്കാണിച്ചിട്ട്, ഇതെല്ലാം മനുഷ്യരെ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ മണ്ണും മലയും മനുഷ്യനും കാടും നാൽക്കാലികളും ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും കടലും എല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എങ്കിൽ നിങ്ങൾക്കുള്ള ധർമ്മം എന്താണ്? നിങ്ങൾക്കുള്ള ഡ്യൂട്ടി എന്താണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും അവരെന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, എനിക്കു മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടേ ഇല്ല. എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ശുദ്ധ ഖുർആൻ നേർക്ക് നേരെ അല്ല പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ആ നാഥനായ റബ്ബിന് നമ്മൾ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ ആരാധനയായ
നമസ്കാരത്തിന് കൈകെട്ടിക്കഴിഞ്ഞാൽ, ആ റബ്ബാണ് ഏറ്റവും വലുതെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, പിന്നെ റബ്ബിനോട് നമ്മൾ നടത്തുന്നൊരു ശപഥമുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ഇതൊരു അടിസ്ഥാനപരമായ മുദ്രാവാക്യമാണ്. സഹോദരങ്ങളെ, ഇതിൽ നിന്നാണ് ഈ മനുഷ്യരെ പുരോഹിതന്മാർ, പൗരോഹിത്യം ജനങ്ങളെ തടഞ്ഞത് അതിൽ നിന്നാണ്. നിങ്ങൾ ആലോചിക്കണം, പൗരോഹിത്യം തോറ്റുപോകുന്ന ഒരു മേഖല. ലോകത്ത് അമ്പിയാക്കന്മാർ ഇത് പറയാൻ വന്ന ആൾക്കാരാണ്. അള്ളാഹുവിൽ നിന്ന് അകന്നുപോയ ആളുകളെ അള്ളാഹുലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വന്നവരാ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ ആ ദൗത്യം നിർവഹിച്ചു. പൗരോഹിത്യത്തിൻ്റെ ചർച്ച നടക്കുന്നത് യഹൂദി നസാറ വംശത്തിൽ മുതലാണെന്നാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് പരിശോധിക്കുമ്പോൾ കാണാം, പണ്ഡിത പുരോഹിതന്മാർ അവർ നസ്വാറ യഹൂദി വിഭാഗം മുതലാണത് ആരംഭിക്കുന്നത് എന്നാണ്. അവരിൽ നിന്നാണ് ഈ പണ്ഡിത പൗരോഹിത്യം ആരംഭിക്കുന്നത്. ശരി, പിൽക്കാലത്തത് നമ്മളിലേക്ക് നമുക്കറിയാം, യഹൂദി നസാറാക്കളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്നവരായി ഈ ഉമ്മത്ത് മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അതേപോലെ തന്നെ പൗരോഹിത്യം നമ്മിലും ഉണ്ടായി. പിന്നെ ആ പൗരോഹിത്യത്തിൻ്റെ പണി എന്താ? ആദ്യത്തെ പണി അള്ളാഹുവിനോട് മാത്രം ആരാധിച്ച്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച്, നേർച്ച വഴിപാട് അള്ളാഹുവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ഒരു അടിമ ജീവിക്കുകയാണെങ്കിൽ പിന്നെ പൗരോഹിത്യത്തിന് പണിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ ഇടയിൽ, അടിമകളുടെ ഇടയിൽ ഒരു ഇടയാളന്മാരായി, മധ്യവർത്തികളായി ഈ പൗരോഹിത്യം കയറി ഇടപെട്ടു. അവർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ നേരെ അങ്ങോട്ട് അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. കാരണം നമ്മളൊക്കെ പാപികളാണ്, നമ്മളൊക്കെ ദോഷികളാണ്, നമുക്ക് വിവരമില്ല, വിദ്യാഭ്യാസമല്ല, ഖുർആൻ അറിയൂല, സുന്നത്ത് അറിയൂല, നമ്മൾ സ്വഹാബികളെ പോലെയല്ല, താബികളെ പോലെയല്ല, നമ്മൾ ഉലമാകളല്ല, കിതാബ് അറിയില്ല. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ ഔലിയാക്കളെ, വലിയകളെ, അതേപോലെ തന്നെ ബാവമാരെ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളിലൂടെ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടിയ, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയ, അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ച ആളുകളിലൂടെ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം തേടണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടിൽ ഒരു വലിയന് സ്ഥാനമുണ്ടോ? ഒരു തങ്ങൾക്ക് സ്ഥാനമുണ്ടോ? ഒരു ബീവിക്ക് സ്ഥാനമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ അള്ളാഹുവിലേക്കുള്ള മനുഷ്യരെ, അള്ളാഹുവിലേക്ക് ചെല്ലേണ്ട മനുഷ്യരെ, അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കേണ്ട ആളുകൾ, അവരിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരിലേക്ക് വിളിക്കാൻ പിന്നെ മത്സരമായി. പിന്നെ അള്ളാഹ്ക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ട് അല്ലേ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങടെ കൽബകമെന്നോവർ. അള്ളാഹിനെ പറ്റി പറഞ്ഞൊന്നല്ലത്. ഒരു കുപ്പിക്കകത്തുള്ള ഒരു വസ്തു, ആ വസ്തുവിനെ പോലെ നിങ്ങളുടെ കൽബിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ അറിയും. കാരണം അള്ളാഹുവിന് പുറമേയുള്ള ആളുകൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ചോദിച്ചാൽ ശരിക്കും ഉത്തരം പറയണം. നമ്മുടെ വിഷമം അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്തിനാ വന്നത് പറയാൻ കഴിയണം. ഇതൊക്കെ പറയാനുള്ള ആളുകളിൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ അതിന് കുറേ കഥകൾ. അങ്ങനെ ആളുകളിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പൗരോഹിത്യത്തിൻ്റെ തടസ്സങ്ങൾ ചെറിയ തടസ്സമൊന്നുമല്ല. ഒരാൾക്ക് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, റസൂൽ ചെന്നപ്പോ ആ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ വിശ്വസിച്ച് ആചരിച്ചു പോകുന്ന അതേ ന്യായങ്ങളാണ് അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചു ചോദിച്ചു. എന്താ പറഞ്ഞത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഒരിക്കലും ഞങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, ഹുബലിനെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഇവരെയൊന്നും ഞങ്ങൾ ആരാധിക്കുന്നില്ല, അവർക്ക് ഞങ്ങൾ നേർച്ചകൾ അർപ്പിക്കുന്നില്ല. ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. നാളെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾക്കുള്ള സാമീപ്യം നൽകും ഇവരെന്നുള്ള ആ വിശ്വാസത്തിലല്ലാതെ. നേർക്ക് നേരെ ന്യായങ്ങളൊക്കെ സമാനമായിരുന്നു. അങ്ങനെ മാറി. ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. ഖുർആന്റെ വചനങ്ങൾ റസൂൽ ഓതിക്കൊടുത്തതുപോലെ നമ്മളെ പണ്ഡിതന്മാർ ഓതിക്കൊടുക്കാൻ തുടങ്ങി.
പക്ഷെ നമ്മുടെ പണ്ഡിതന്മാർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എന്താ? അതിന് പിന്നെ പെട്ട പണി എന്തറിയോ? നിങ്ങൾ പൗരോഹിത്യം ചെയ്ത് വേറെ പണി എന്ന് വെച്ചാൽ ഈ ഖുർആൻ ആളുകൾ പഠിക്കരുത്. ഖുർആൻ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു ഖുർആൻ പഠിക്കൽ മക്റൂഹാണ് ശറഇൽ. കേരള നവോത്ഥാന പ്രസ്ഥാനമായ കേരള ജംഇയ്യത്തുൽ ഉലമ, കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന 1924 രൂപീകരിക്കുന്നത്. ആ സമയത്ത് കേരളത്തിൽ ആകെ ഒറ്റ പണ്ഡിത സംഘടന ഉള്ളൂ. 26 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. അതിൻ്റെയും ശേഷം 2 കൊല്ലം കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് വെച്ചുകൊണ്ട് ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിലെ പ്രമേയം എന്താണെന്നറിയോ? ഒരു സമ്മേളനം കഴിയുമ്പോൾ ഒരു പ്രമേയം പാസ്സാക്കുമല്ലോ. ആ പ്രമേയമാണ് വിശുദ്ധ ഖുർആൻ പഠിക്കൽ നിർബന്ധമില്ല ഒരാൾക്കും. ആകെ മനപ്പാഠമാക്കൽ നിർബന്ധമുള്ളത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്. അതിൻ്റെ തന്നെ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, പ്രത്യേകം സുന്നത്തുമില്ല. ഞാൻ പറഞ്ഞില്ലേ, പൗരോഹിത്യം അള്ളാഹുവിലേക്ക് തൻ്റെ അടിമകൾ അടുക്കുന്ന സകല വഴികളിലും പൗരോഹിത്യത്തിൻ്റെ ഇടപെടലുകൾ നടത്തി. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനം ഖുർആൻ പഠിപ്പിക്കണം, ജനങ്ങളെ, ആൾക്കാരെ ഖുർആൻ പഠിപ്പിക്കണം. കാരണം ഇനി അതില്ലാതെ വേറെ വഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി കൊടുത്തിട്ടാണ് ജനങ്ങൾ മാറ്റിയെടുത്തത് എന്ന് തീരുമാനിച്ചിട്ട് ഖുർആൻ ക്ലാസുകൾ. പണ്ട് ഖുർആൻ ഉപയോഗിച്ചിരുന്നത്, പുരോഹിതന്മാർ ഖുർആൻ ഉപയോഗിച്ചിരുന്നത് എവിടെ നിന്നറിയോ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മുസ്ലിം ഉമ്മത്തിൽ സുഖമില്ലാതെ ചെന്നാലേ, എന്താ അസുഖം? വയറുവേദന അല്ലേ? എന്താ അസുഖം? പനി അല്ലേ? പിഞ്ഞാണത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക തരം ഒരു വസ്തു കരിച്ചുണ്ടാക്കിയ ഒരു പൊടി, ആ പൊടി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പിഞ്ഞാണത്തിൽ എഴുതും. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അത് കുടിക്കാൻ പറയും. ഈ പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക? കുടിപ്പിക്കുക. ആ സമയത്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ അതിനെതിരെ ശക്തമായി ബോധവൽക്കരണം നടത്തി. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മലയാളികളെയും ഖുർആൻ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഖുർആനിന് പരിഭാഷ, ഖുർആൻ മനസ്സിലാകണമെങ്കിൽ, മലയാളത്തിൽ മനസ്സിലാണെങ്കിൽ അർത്ഥം എഴുതണം, അതിന് പരിഭാഷ എഴുതാൻ തുടങ്ങി. അല്ലാഹു അക്ബർ! എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയോ? ഖുർആന് പരിഭാഷ എഴുതുന്ന ആള് ലാലും മുലില്ലുമാണ് എന്ന് ഫത്വയിറക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? സമസ്ത വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ തന്നെ ഖുർആൻ പരിഭാഷ എഴുതി. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കാഫറാണെന്നാണ് ഖുർആന്റെ പരിഭാഷ ചെയ്തതിന്റെ പേരിൽ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നവോത്ഥാന വഴികളിൽ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച തടസ്സങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞോളുന്നില്ല. കാരണം ഇന്ന് നമ്മളതെല്ലാം മറികടന്ന് ഏറ്റവും നല്ല സുന്ദരമായ പരവതാനികൾ വിരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക്, നമ്മുടെ സൗകര്യങ്ങളിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല പറഞ്ഞാൽ. എന്നിട്ട് ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി. എല്ലായിടത്തും ഖുർആൻ ക്ലാസ്സുകൾ തുടങ്ങി. ഖുർആൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഉസ്താദുമാർ പറഞ്ഞു, പിഞ്ഞാണത്തിൽ എഴുതിയപ്പോഴാണ് പ്രശ്നം, ക്ലാസ്സിലാക്കിയാൽ കുഴപ്പമില്ല. പിഞ്ഞാണത്തിലാക്കിയാലേ കുഴപ്പമുള്ളൂ, ഞങ്ങൾ പിഞ്ഞാണത്തിലാക്കിയപ്പോൾ ഭയങ്കര കുഴപ്പമായിരുന്നു, നിങ്ങൾക്ക് ക്ലാസ്സിലാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ലല്ലേ എന്നായി. പക്ഷെ ആ വിശുദ്ധ ഖുർആനിന്റെ ക്ലാസുകൾ, ഖുർആൻ ക്ലാസുകൾ കുഞ്ഞുമാഷ് അറിയില്ലേ, പണ്ടൊക്കെ ഒരു യൂണിറ്റ് തുടങ്ങിയ ഖുർആൻ ക്ലാസ്സാണ്. കടമുറിയിലൊക്കെ ഖുർആൻ ക്ലാസ്സാണ്, ഓലഷെഡിലെ ഖുർആൻ ക്ലാസ്സാ. അല്ലാതെ നേരെ പള്ളിയൊക്കെയല്ല. ആള് കൂടി ഖുർആൻ പഠിച്ച് അവിടുന്ന് ഒരു വിഭാഗം ഉണ്ടായി, പിന്നെ അത് ഷെഡായി, സെന്ററായി, പിന്നെ മദ്രസയായി, പിന്നെയാണ് പള്ളിയാകുക, പിന്നെയാണ് ജുമഅയാകുക, പിന്നെയാണ് അനുബന്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. എന്നിട്ടോ പിന്നെ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം വേണം, മദ്രസയിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ചാലകത്ത് മദ്രസ വിദ്യാഭ്യാസവുമായി വാഴക്കാട് നിന്ന് തുടങ്ങിയപ്പോ വീണ്ടും പുരോഹിതന്മാർ ഇടപെടാൻ തുടങ്ങി. ഒരു പറഞ്ഞു, മദ്രസ, വഹാബിന്റെ ചാലകത്തിന്റെ മദ്രസ എന്ന അറബി വാചകത്തിന്റെ തുടക്കത്തിലെ മദ്രസന്റെ അക്ഷരം അള്ളാഹുവിന്റെ ജഹന്നമാകുന്ന ആ ജഹന്നമിന്റെ അവസാനത്തെ അക്ഷരമാണ്. നരകനാകുന്ന ജഹന്നമിന്റെ അവസാനത്തെ മീമാണ് ചാലകത്തിന്റെ മദ്രസന്റെ ആദ്യത്തെ മീമ്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ മദ്രസകൾ ആരംഭിച്ചു. ചാലകത്തിന്റെ ശിഷ്യനാണ് അബുസ്വബാഹും MCC ഒക്കെ. അങ്ങനെയാണ് ഫറൂഖും മദീനത്തുൽ ഉലൂമും വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ ഈ പണ്ഡിതന്മാര് ഈ ദീപശികളുമായി മാറിപ്പോയത്, വക്കം മൗലവിയെ പോലെയുള്ള ആളുകൾ ഉണ്ടായത്. അതത് നാടുകളിൽ ഈ നവോത്ഥാനത്തിന്റെ വഴികളുമായി അവരുടെയൊക്കെ പ്രവർത്തനത്തിന് തുടക്കം നോക്കിക്കോള്. വിശുദ്ധ ഖുർആനാണ്.
മദ്രസകളാണ്, അടിസ്ഥാന വിദ്യാഭ്യാസങ്ങളായിരുന്നു. എന്നിട്ടോ പിന്നെ ഒരു അടുത്ത ഫത്വ ഇറക്കി, ഹൈ കുട്ടികളൊക്കെ ഇരിക്കുക, ഉസ്താദ് മാത്രം നിൽക്കുക, എന്തൊരു അദബ് കേടാണിത്. പറഞ്ഞ വർത്താനാണ് ഇത്. പറഞ്ഞ വർത്താനൊന്നല്ല, എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും തേയാതെ മായാതെ കിടക്കുന്ന സാധനങ്ങളെ പറഞ്ഞൊക്കെ. ഞാൻ പറഞ്ഞ മണ്ണാർക്കാട് സമ്മേളനത്തിന്റെ ആ പ്രമേയൊന്നും ഇന്നും മാറ്റിയിട്ടില്ല കേട്ടോ. പെൺകുട്ടികളുടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ശക്തമായി എതിർത്ത ആളുകളാണ്. പഠിക്കാൻ പാടില്ല, ശറഇൽ മക്റൂഹാണ്. അതിന് തെളിവ് പറഞ്ഞത് പണ്ട് ഏതൊരു സുലൈഖ അന്യമതസ്ഥക്കാരനായ രവിക്ക് ഒരു കത്തെഴുതി, ഇല്ലാ ബിൻ ശിറാരി കിതാബത്തി, പണ്ടേ ഞങ്ങൾ പറഞ്ഞതല്ലേ പെണ്ണിന് എഴുത്തും വായനയും പഠിപ്പിക്കരുത്, അതിന്റെ കേടല്ലേ എന്ന് ഫത്വ ഇറക്കി പാട്ടുപാടി പ്രസംഗിച്ചു. ഇന്ന് ഏറ്റവും അധികം വുമൻസ് കോളേജുകൾ നമുക്കറിയാം. മോങ്ങത്തുള്ള അൻവാറുൽ ഇസ്ലാം, അൻവാർ അറബിക് കോളേജ്, പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു അറബിക് കോളേജ് സ്ഥാപിച്ചപ്പോ അതിന്റെ കവലയിൽ വന്ന് പരസ്യമായി കേട്ടാലറക്കുന്ന മോശമായ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പള്ളികളിൽ ആഴ്ചതോറും വിശ്വാസി സമൂഹത്തിന് ഈമാനികമായ ഉണർവുണ്ടാകാൻ ആ വെള്ളിയാഴ്ചയിലെ ളുഹ്റിന്റെ സമയത്ത് അതിനു പകരമായി ഒരു സാരസമ്പൂർണമായ ഖുതുബ മാതൃഭാഷയിൽ ഹംദും സ്വലാത്തും ചൊല്ലി തഖ്വ കൊണ്ട് വസിയത്ത് കൊടുത്ത് ഖുർആനിന്റെ ആയത്തുകൾ ഓതി ജനങ്ങളെ സമുദ്ധരിച്ച് 2 ഖുതുബകൾ നിർവഹിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ആ ഖുതുബ മലയാളത്തിൽ നടത്തി. നമ്മൾ പറഞ്ഞു, സ്ത്രീകളും കേട്ടോട്ടെ, മനുഷ്യന്മാരെന്നല്ലേ, അവർക്കും പരലോകത്ത് രക്ഷപ്പെടണ്ടേ, അവർ കർമ്മങ്ങൾ ചെയ്യണ്ടേ, ആ സ്ത്രീകൾ പള്ളി വന്നോട്ടെ. തുടങ്ങി തൂന്നിയാസം പറച്ചില്ലേ, പെണ്ണ് പള്ളി പോണ് വേറെ പലതിനുമാ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. നിങ്ങൾ ആലോചിച്ചോക്കണം. പിന്നീട് ആ നവോത്ഥാനത്തിന്റെ വഴിയിൽ മനുഷ്യർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോ പള്ളിന്റെ ഒക്കെ സൈഡിൽ ചെറിയ 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 റൂം വരാൻ തുടങ്ങി. ചെറിയ റൂം നമ്മുടെ പള്ളിയിലൊക്കെ സ്ത്രീകൾ എന്ന് എഴുതി വെക്കുമ്പോ അവർ കാണാ യാത്രക്കാരികളായ സ്ത്രീകൾക്കുള്ള നമസ്കാര മുറി. നേർക്ക് നേരെ പറഞ്ഞു എന്ന് വേണ്ട. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ മാറി മാറി വന്നു, തർക്കങ്ങളായി, വർത്താനായി, ഇങ്ങനെ പാടുവെച്ചോ. അങ്ങനെ ആരാ പറഞ്ഞത്? ഒരു പെണ്ണ് നമസ്കരിക്കാനുള്ള നെയ്യത്തോടുകൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോകാൻ പാടുണ്ടോ ഇല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പെണ്ണ് പള്ളി പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാന്ന് പഠിപ്പിച്ചു. ഞാനിതാ പറഞ്ഞത്, ഇതൊക്കെ ഈ സമൂഹത്തോട് പറഞ്ഞാല് നമ്മളെ അലമാരി കയറ്റിരുത്തും. മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നലകളിൽ പണ്ഡിത പുരോഹിതന്മാര് ഈ സമുദായത്തെ നവോത്ഥാനത്തിന്റെ വഴിയിൽ നിന്ന് പുറകോട്ട് വലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വലിയ നവോത്ഥാന ആളുകൾക്ക് പോലും അറിഞ്ഞൂടാ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ്. ഒരു കൂട്ടർ പറഞ്ഞ അവിടെ പഠിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം കണ്ട് പിഞ്ഞാണത്തിൽ എഴുതുന്ന മഷിയെക്കുറിച്ച് കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിൽ വലിയ പഠനം നടക്കുന്നു. അതിന് ഇംഗ്ലീഷാണ്. ആരാ പറയണത്? സകല എഡ്യൂക്കേഷൻ സിറ്റികൾ, നോളജ് സിറ്റികൾ, കൂട്ടരെ ആ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ, അതിലേക്ക് കുട്ടികളെ വിളിക്കാൻ, കുട്ടികൾക്ക് കോഴ്സുകൾ നടത്താൻ മദ്രസകൾ, സെക്കൻഡറി മദ്രസ, ഈവനിങ് മദ്രസ, മോർണിംഗ് മദ്രസ, എന്തെല്ലാം മദ്രസകൾ, ഖുർആൻ ക്ലാസുകൾ, ഖുർആൻ പ്രഭാഷണങ്ങൾ, പരമ്പരകൾ, അല്ലേ, സ്വലാത്ത് വാർഷികം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മാറ്റങ്ങളായി. മാറ്റങ്ങൾക്ക് എതിരായി നിന്ന ആളുകൾ നാട്ടുകാർ മുഴുവൻ മാറാൻ തുടങ്ങിയപ്പോ പിന്നെ സ്വാഭാവികമായിട്ട് ഇവർക്ക് മാറില്ലാതെ നിർവാഹമില്ലാതായി. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരുപാട് നവോത്ഥാന വഴിയിൽ അനുഭവിച്ച തടസ്സങ്ങൾ ചെറുതൊന്നായിരുന്നില്ല. ഒരു മനുഷ്യൻ മാറി തൗഹീദ് കിട്ടിയാൽ നിങ്ങൾ അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. മമ്പുറത്തെ തങ്ങളെയോ ബദരീങ്ങളെയോ അതല്ലെങ്കിൽ മുനമ്പത്തെ ബീവിയെയോ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കല്ലേ. അല്ലാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്ക്. നിങ്ങളുടെ ഈമാൻ തകരും, തൗഹീദ് നഷ്ടപ്പെടും, ശിർക്കിലാകും, നരകത്തിന്റെ അഹ്ലുകാരനായി മാറും, സകല കർമ്മങ്ങളും പൊളിഞ്ഞു പോകും എന്നൊക്കെ പറയുമ്പോ അങ്ങനത്തെ മനുഷ്യർക്കെതിരെ തിരിഞ്ഞിട്ട് നിങ്ങൾക്കറിയോ, മഹല്ല് വിലക്കി. നമ്മളത് പറയുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നരുത്. മഹല്ല് വിലക്ക എന്ന് പറഞ്ഞാൽ എന്താ? മഹല്ലിന്ന് ആ മനുഷ്യരങ്ങോട്ട് വിലക്കിയാൽ ആ മനുഷ്യനോട് സലാം പറയാൻ പറ്റൂല, ആ മനുഷ്യനോട് സലാം പറയാൻ പാടില്ല, ആ മനുഷ്യന് കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിനെ കിട്ടൂല, ആ മനുഷ്യന്റെ അനന്തര സ്വത്ത് പോലും കൊടുക്കൂല.
ഇതൊക്കെ വെറുതെ പറയുന്നതുകൊണ്ടോ? നമ്മുടെ പ്രഭാഷകരിൽപ്പെട്ട ചില ആളുകൾ 5-8 ഏക്കർ ഭൂസ്വത്ത് അനന്തരം ഉണ്ടായിട്ട്, വാപ്പാക്കുണ്ടായിട്ട്, മുജാഹിദായി എന്നതിൻ്റെ പേരിൽ ഒരു തുണ്ട് ഭൂമി കൊടുക്കാത്ത പണ്ഡിതൻ എനിക്കറിയാം. ചില്ലറക്കാരൊന്നുമല്ല, ആ നാട്ടിൻ്റെ ഖാദിയായി. ശേഷം വാപ്പ വന്നു, വാപ്പാൻ്റെ ശേഷം വരേണ്ട ആളാണ്. KM മൗലിൻ്റെ ചരിത്രം പറയുമ്പോൾ കാണാ, KM മൗലി വെറുതല്ല, ഓസിക്കൊന്നല്ല, പൈസ കൊടുത്ത് ഒരു നാട്ടിൽ ചെന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു കടയിൽ കയറിയിട്ടൊരു ചായ വാങ്ങിയിട്ട് കുടിക്കാൻ ചായക്കടക്കാർ ചായ കൊടുക്കാൻ പാടില്ല എന്ന ഓർഡർ. സയ്യിദ് മൗലവിൻ്റെ ചരിത്രം. എന്നിട്ട് പറയാണ്, മോനെ ഉമർ മൗലവിൻ്റെ അനുഭവങ്ങൾ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ നടന്നെടുത്ത് നിന്നാണ് ആ സമൂഹത്തെ മുഴുവൻ. ഇപ്പം പ്രസവം കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായതാ, വലിയ വിവാദമായതാ. നഫീസത്ത് മാല ഓതലേന്ന് പണ്ട് പരിപാടി. നഫീസത്ത് മാല അല്ലാതെ അത്യാധുനികമായ സൗകര്യങ്ങളൊന്നും ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ല. ട്രീറ്റ്മെന്റുകളോ സ്കാനിങ്ങുകളോ ഓപ്പറേഷനുകളോ സർജറികളോ കാലം ഒരുപാട് പുരോഗമിച്ചില്ലേ? അത് പറയാൻ സമൂഹത്തിന് മുമ്പിൽ. കാലങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യകരമായി എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് പറഞ്ഞപ്പോ നഫീസത്ത് മാല ഓതിയാ മതി എന്ന് ചൊല്ലിയാൽ പാട്ടുപാടിയ ആളുകൾ, അതിന് പാടേണ്ട ബൈത്തുകൾ പറഞ്ഞു കൊടുത്ത ആളുകൾ നമ്മൾ ചോദിക്കും വെറുതെ പറയാണ്, നമുക്കെന്തോ ദേഷ്യമുള്ളതുകൊണ്ട് പറയാണ്. ഒരു ദേഷ്യമില്ല, ഉള്ള കാര്യങ്ങളാണ്. ഒരു മനുഷ്യന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത ഏറെ മികന്തുള്ള പേറ്റുവരുത്തത്തിൽ ഇന്ത സ്വഹാബികൾ പേരിനെ ചൊല്ലുകിൽ കുറിമുടിയും മൂനം വള്ള തന്നീന്ന് കുട്ടി പിറക്കലിൽ ഇല്ല ശക്കെന്നോവർ. നബിസത്ത് മാല ഇന്നുള്ളത്, ഇന്നുമില്ല ഈ വരികള്. പക്ഷെ സകല ഉസ്താക്കന്മാരെ ഭാര്യമാരുണ്ടാവും ഓപ്പറേഷൻ തിയേറ്ററിൽ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും, ഇന്ന് എന്തൊക്കെ പോരായ്മയുണ്ടെങ്കിലും, മുസ്ലിം സമൂഹം അന്ധകാരത്തിൽ പെട്ടുപോകുന്ന വെളിച്ചം പോലും കടക്കാത്തൊരു ജനതയായി സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇരു കരങ്ങളും സ്വീകരിച്ച് വലിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് ഇന്ന് മുസ്ലിം ഉമ്മത്ത് കാണുന്ന എല്ലാ നവോത്ഥാനങ്ങൾക്കും എല്ലാ പുരോഗമനങ്ങൾക്കും പിന്നിൽ നിന്ന് അല്ല മുന്നിൽ നയിച്ചത് മുഴുവൻ ഇസ്ലാഹി പ്രസ്ഥാനമാണ്. ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ അഹിലുകാരാണ് നമ്മൾ. നമുക്ക് വെറുതെ കുത്രക്കാളം നേരമൊന്നും ആയിട്ടില്ല. നമ്മുടെ ദൗത്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ മുൻഗാമികൾ ചെയ്ത ദൗത്യത്തിൻ്റെ ഫലമെന്ന് നിങ്ങൾ കാണില്ലേ, നൂറെ ഹബീബ്, അറിവിൻ നിലാവ്, എന്തെല്ലാം കോപ്രായങ്ങളാണ് പുതിയ ആൾക്കാർ കൊണ്ടുവരുന്നത്. അതൊക്കെ കേൾക്കാനും വിശ്വസിക്കാനും ചെയ്യാനും കുറേ ആൾക്കാരും. പ്രസവത്തിൻ്റെ പേരിലൊക്കെ പുതിയ വിവാദങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാഹി പ്രവർത്തകരോട്, മുജാഹിദ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു, ബഷീർ പറഞ്ഞ പോലെ പണ്ട് ഞങ്ങളൊക്കെ എങ്ങനെ ചെയ്തത് പറഞ്ഞ് കുത്തറക്കാനുള്ള നേരമല്ല. നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടിയ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് ഈ തൗഹീദിന് വേണ്ടി, സുന്നത്തിന് വേണ്ടി, ഈ ആദർശ പ്രബോധന മേഖലയിൽ നമ്മുടേതായ സേവനങ്ങൾ, നമ്മുടെ സംഭാവനകൾ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, വൈജ്ഞാനികമായി നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ചെലവഴിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള അറിവും കഴിവും ആർജവും നൽകി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നാഫിആയ ഇൽമ് അതിന് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.